നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. പാഠത്തിന്റെ പേര് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ഇത് എഴുതിയിട്ടുള്ളത് CM മുരളീധരനാണ്. ഈ പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു പ്രവേശകം നൽകിയിരിക്കുന്ന പ്രകാരമാണ്: അറിവാകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു. അറിവാകുന്ന ആകാശം. അവിടെ അക്ഷരങ്ങള് മണ്ണിൽ നിറവായി വിളയുന്നു. മണ്ണില് സമൃദ്ധമായി വിളയുന്നു. അക്ഷരങ്ങൾ വിളയുന്ന മണ്ണ്. ഭാഷ വളരും തോറും അറിവ് വളരുന്നു. അറിവ് വളരും തോറും ഭാഷയും വളരുന്നു. നമുക്ക് നോക്കാം. വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം. ഇവയോടൊപ്പം മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളും കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നു. മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ഒരു കാലഘട്ടത്തില് വളരെയധികം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അറിവില്ലായ്മയും ഒക്കെ നടമാടിയിരുന്ന ഒരു രാജ്യമാണ് കേരളം. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ആ കേരളത്തിൽ ഒരു നവോത്ഥാനം, ഒരു പുതിയ ഉണർവ്, പുതിയ ഒരു ഉയർച്ച ഉണ്ടായത്. എന്നാല് ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതയും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. ഇന്ന് വീണ്ടും അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. യുക്തിയില്ലായ്മയുടെ അല്ലെങ്കിൽ ശാസ്ത്രീയതയ്ക്ക് അടിസ്ഥാനമില്ലാത്ത, ശാസ്ത്രീയ അടിത്തറയില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നതായിട്ടാണ് പറയുന്നത്. മതനിരപേക്ഷതയും, അതായത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരെ ഒരേപോലെ പരിഗണിക്കുന്ന നിയമമാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. എന്നാൽ അതൊക്കെ ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണ്. പലതരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ വീണ്ടും അന്ധകാരത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ശാസ്ത്രീയത ഉണ്ടാവണം, യുക്തി ഉണ്ടാവണം. ഇതൊക്കെയാണ് ലേഖകൻ പറയുന്നത്. അതുകൊണ്ട് സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്, ഒരുക്കേണ്ടതുണ്ട്. ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ശാസ്ത്രവിജ്ഞാനവും, ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ്, ശാസ്ത്ര അവബോധവും. നമുക്കറിയാം, ഒരു കാര്യം സംഭവിക്കുന്നത് ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള നമ്മുടെ അറിവാണ് ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആളുകളെ ശുഭാപ്തി വിശ്വാസികളായിട്ട്, നല്ലത് സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളായിട്ട് മാറ്റേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള വിജ്ഞാന ഉൽപാദനവും പ്രസാരണവും, അതായത് വിജ്ഞാനം ഉണ്ടായാൽ പോരാ, അത് യഥാർത്ഥത്തിൽ അത് വേണ്ട രീതിയിൽ വിതരണം ചെയ്യപ്പെടുകയും കൂടി വേണം. ഇത് നവസമൂഹ സൃഷ്ടിക്ക് ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക, മാറ്റുക എന്നത് അടിയന്തര കർത്തവ്യമാണ്. വളരെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിവരസാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും, വിജ്ഞാനത്തെ സാർവജനീനമാക്കുക എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കുറച്ചുപേരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, എല്ലാ ജനങ്ങൾക്കും ബാധകമാകുന്നതാവണം, അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാവുന്നതാവണം. ജനാധിപത്യവൽക്കരിക്കാനും സഹായകമായിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട്. എന്താണ് ഈ ഡിജിറ്റൽ അസമത്വം എന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത്. അറിവുണ്ട്, വിജ്ഞാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനുദിനം ഈ ലോകം വളരുകയാണ്. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങള് പെട്ടെന്ന് അറിവിലേക്ക് കുതിക്കുന്നു. ഈ അറിവ് വെച്ചുകൊണ്ട് അവർ വീണ്ടും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പൊ അറിവ് വർദ്ധിക്കുന്നു, ഒപ്പം സാമ്പത്തികമായി ഉയരുന്നു. അപ്പൊ സ്വാഭാവികമായും അറിവ് കുറയുന്നിടത്ത് സാമ്പത്തികവും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുന്നു. സാമ്പത്തിക ശേഷിയിലും വിജ്ഞാന സമ്പത്തിലും പിന്നിൽ നിൽക്കുന്നവർ വീണ്ടും പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി ചിന്തിക്കാനും അറിവ് നേടാനും, ഒപ്പം ആ അറിവിനെ സമ്പത്ത് നേടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും രാജ്യങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ തികച്ചും പിന്തള്ളപ്പെട്ടു പോവുകയേ ഉള്ളൂ. ഉയർന്ന സാക്ഷരത,
ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിങ്ങനെ വിജ്ഞാന സമൂഹമായി മാറുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. ഉയർന്ന സാക്ഷരത, നമുക്കറിയാമല്ലോ കേരളത്തിലെ സാക്ഷരത വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്ഷരാഭ്യാസം. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് നിരവധി സൗകര്യങ്ങളുള്ള ഇടമാണ് നമ്മുടെ കേരളം. അതുപോലെ എല്ലാവരും തന്നെ അല്ലെ, നമുക്കറിയാം, ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, എല്ലാവരും ഇപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിൽ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അവർക്ക് അറിവിനെ കുറിച്ച് അല്ലെങ്കിൽ അറിവ് നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല. അപ്പൊ സാമൂഹിക സുരക്ഷ, അതായത് സമൂഹത്തിലുള്ള ആളുകൾക്ക് ഏത് മേഖലയിലും സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വിജ്ഞാന സമൂഹമായി മാറുന്നതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടാവുക എന്നതാണ് നിർണായകമായ സംഗതി. ഇനി വേണ്ടത് കൃത്യമായ കാഴ്ചപ്പാട്, മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കഴിവ് വേണം. അതുപോലെ തന്നെ ഇച്ഛാശക്തി, കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ നടപ്പാക്കാനുള്ള കഴിവും വേണം. ഇത് നമ്മുടെ അധികാരികൾക്കുണ്ടാവേണ്ടതാണ്. അതുകൂടി ഉണ്ടായാൽ വികസന രംഗത്ത് രൂപപ്പെട്ട കേരള മാതൃക പോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ, നമ്മൾ നല്ല ഒരു കാഴ്ചപ്പാടും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായും വികസന മാതൃകയിൽ കേരളം മുൻപിൽ വന്നതുപോലെ ഈ വൈജ്ഞാനിക രംഗത്തും കേരളത്തിന് മുൻപന്തിയിൽ എത്താൻ കഴിയുമെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്? നവീന വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത്. അപ്പം പുതിയ പുതിയ വിജ്ഞാനധാരകൾ, അപ്പം നമുക്കറിയാം ലോകം മുന്നോട്ട് പോവുകയാണ്, കാലം മുന്നോട്ട് പോകുന്തോറും പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. ഈ അറിവുകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ അതിലേക്ക് വേണ്ട കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ ഒരു ഭാഷയ്ക്ക് കഴിയുമെങ്കിൽ അപ്പോഴാണ് ആ ഭാഷ ഒരു വിജ്ഞാന ഭാഷയായി മാറുന്നത്. എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ആ ഭാഷ വളരുന്നു എന്ന് പറയാം. വിജ്ഞാന മേഖല നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ, കാലം മുന്നോട്ട് പോകും തോറും അറിവ് വർദ്ധിക്കുന്നു. അപ്പം നമ്മുടെ ഭാഷയ്ക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടി വേണം. ഓരോ വിഷയമേഖലയിലും പുതിയ അറിവുകൾ കടന്നു വരുന്നു എന്ന് മാത്രമല്ല, പുതിയ പുതിയ വിജ്ഞാന ശാഖകളും നിരന്തരമായി രൂപപ്പെടുന്നുണ്ട്. അവ കൈകാര്യം ചെയ്യാൻ നാം ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിച്ചു പോരുന്ന ഭാഷ മാത്രം പോരാ. നമ്മൾ ആശയവിനിമയത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ഭാഷ പോരാ ഈ വിജ്ഞാന മേഖലകളെ നമ്മുടെ ഭാഷയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി. വിനിമയം ചെയ്യുന്ന വിഷയമേഖലയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും അവയുടെ സങ്കീർണതകൾക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയിലും മാറ്റങ്ങൾ വന്നു ചേരും. അപ്പം നമ്മൾ പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ഭാഷയിലേക്ക്, നമ്മുടെ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് കുറച്ചുകൂടി വളരേണ്ട ആവശ്യമുണ്ട്. അതായത് പുതിയ അറിവുകൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്, അത്ര എളുപ്പത്തിൽ പറഞ്ഞു വെക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പൊ സങ്കീർണമാണ്, കെട്ടുപിണഞ്ഞതാണ്. അപ്പോൾ ആ വിജ്ഞാന ഭാഷയുടെ ശൈലിയിലൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ വരും. ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം, അതിനനുസൃതമായ ഭാഷാപ്രയോഗങ്ങളുടെ പരീക്ഷണം, ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം, ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം, വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ച മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. ഒരു വിജ്ഞാന ഭാഷ, ഒരു ദൈനംദിനം നമ്മൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷയെ ഒരു വിജ്ഞാന ഭാഷയാക്കി മാറ്റണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് ലേഖകൻ ഇവിടെ വിവരിക്കുന്നത്. അതിൽ ആധുനിക വിജ്ഞാന പ്രസരണത്തിന് അനിവാര്യമായ, ഒഴിച്ചുകൂടാനാവാത്ത പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം വേണം. അപ്പോൾ ആ അറിവിനനുസരണമായി പുത്തൻ പദങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാവണം. നമുക്കറിയാമല്ലോ, ശാസ്ത്രവും സാങ്കേതികതയും ഒക്കെ വളർന്നു വരുമ്പോൾ അതിനനുസരണമായ പദങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാവണം. അതുപോലെ അങ്ങനെ ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം ഉണ്ടാവണം. അപ്പോൾ ആ ശബ്ദാവലികൾ ഉണ്ടാവണം, എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു നിഘണ്ടു തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം, മറ്റു ഭാഷകളിൽ ഈ ശാസ്ത്ര സാങ്കേതികതയൊക്കെ വിവരിക്കുന്ന മറ്റു പുസ്തകങ്ങൾ, മറ്റു ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള
ഒരു രീതി ഉണ്ടായിരിക്കണം. വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ച് മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കാൻ, അതായത് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് വിവർത്തനം ചെയ്ത് മാത്രം എടുത്താൽ പോരാ, ഈ ശാസ്ത്ര സാങ്കേതികതയെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ തന്നെ പുസ്തകങ്ങൾ രചിക്കപ്പെടണം. അപ്പൊ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ഭാഷ വൈജ്ഞാനിക ഭാഷയായി വളരുകയുള്ളൂ. പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ ശാസ്ത്ര സാങ്കേതികയിലുള്ള പുസ്തകങ്ങൾ ധാരാളം മറ്റു ഭാഷകളിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഷയിൽ നിന്നും മറ്റാളുകൾ വന്നിട്ട് അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കൊണ്ടുപോകണം പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ. അപ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നത നിലവാരത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. വൈജ്ഞാനിക സമൂഹം എന്ന സങ്കല്പത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണല്ലോ നമ്മുടെ ലേഖനത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. എന്താണ് ഈ വൈജ്ഞാനിക സമൂഹം? അതായത് വിജ്ഞാനമുള്ളവരുടെ സമൂഹം, അറിവ് ഉള്ള ആളുകളുടെ സമൂഹം. മാനവ സമൂഹത്തെ അതതു കാലത്ത് സവിശേഷതകൾക്കനുസരിച്ച് പ്രത്യേക പേരുകൾ നൽകി വിശേഷിപ്പിച്ചു പോരാറുണ്ട്. കാർഷിക സമൂഹം, വ്യാവസായിക സമൂഹം, മുതലാളിത്ത സമൂഹം തുടങ്ങിയ വിശേഷണങ്ങൾ അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഓരോരോ സമയത്തും അതതു കാലത്തിന്റെ സവിശേഷത. ഇപ്പം കാർഷിക മേഖലയിൽ വ്യാപരിക്കുന്ന ആ സമൂഹത്തിനെയാണ് കാർഷിക സമൂഹം എന്ന് പറയുന്നത്. വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ വ്യാവസായിക സമൂഹം എന്ന് പറയുന്നത്. ഇനി മുതലാളിമാരുടെ സമൂഹത്തെയാണ് നമ്മൾ മുതലാളിത്ത സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രൂപം കൊള്ളുന്നത് പോലെ ഇതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ മാനവ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് വന്ന മേൽക്കൈ മുൻനിർത്തിയാണിത്. അപ്പൊ ഈ അറിവാണ് ഇന്ന് ഏറ്റവും അധികം പ്രാമുഖ്യമുള്ള ഒന്ന് എന്ന് പറയുന്നത്. അപ്പം കൃഷിയെ, വ്യവസായം, മുതലാളിത്തം എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് അറിവ് എവിടെയുണ്ടോ അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ടാവുന്നത്. അപ്പൊ അതിന് കിട്ടിയിരിക്കുന്ന മേൽക്കൈ, ആധിപത്യം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ഈ വൈജ്ഞാനിക സമൂഹം എന്ന പേര് സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. മുമ്പ് ഒരിക്കലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള വേഗതയിലും വ്യാപ്തിയിലുമാണ് ഇന്ന് വിജ്ഞാന മേഖലകൾ വളരുന്നത്. അതിവേഗത്തിലാണ് ഓരോരോ അറിവിന്റെ മേഖലയും വിജ്ഞാന മേഖലയും വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ഓരോ ദിവസവും ദിനം പ്രതി എന്നോണം പുതിയ പുതിയ ശാസ്ത്രശാഖകൾ ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, നിർമ്മിത ബുദ്ധി, AI, അതുപോലെ റോബോട്ടിക്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ജിനോമിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നവീന രംഗങ്ങൾ, നവീനം എന്ന് പറഞ്ഞാൽ പുതിയ രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ മനുഷ്യരാശിയുടെ ഗതിവിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. മനുഷ്യന്റെ ഗതി തന്നെ, അല്ലെ, അവരുടെ ആ പോക്ക്, മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പോക്ക് തന്നെ മാറ്റിമറിക്കാൻ മതിയാവുന്നതാണ് ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഓരോന്നും. സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് 1970-കളോടെയാണ്. അപ്പൊ ഇന്നും ഇന്നലെ ഒന്നും അല്ല, 1970-കളിലാണ് ഇവിടെ ഒരു വൈജ്ഞാനിക സമൂഹം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ആ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത്. 80-കളോടെ ഇത് കൂടുതൽ വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു തുടങ്ങി. 70-കളിൽ ആരംഭിച്ചെങ്കിലും ഇത് എല്ലായിടത്തേക്കും വ്യാപിച്ചത് 80-കളിലാണ് എന്ന് പറയാം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളാൽ പ്രചോദിതമാകുന്നതും പ്രേരിപ്പിക്കപ്പെടുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം. അപ്പൊ എന്താണ് വൈജ്ഞാനിക സമൂഹം എന്ന് ചോദിച്ചാൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി കൊണ്ട് പ്രചോദിപ്പിക്കപ്പെടുന്നതാണ്, ഉണർത്തപ്പെടുന്നതാണ്. സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അതിനകത്ത് സംസ്കാരവും ഭാഷയും ഒക്കെ ഒരു ഘടകമാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും പരിപോഷിപ്പിക്കപ്പെടുന്ന, വളർത്തിയെടുക്കപ്പെടുന്ന ഒന്നാണ് ഇത്. നിരന്തരമായ അറിവ് സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ അറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അറിവുള്ളവരാ ഒരു പറ്റ സമൂഹം, ഇതാണോ വൈജ്ഞാനിക സമൂഹം എന്ന് ചോദിച്ചാൽ, നിരന്തരമായ അറിവ് സൃഷ്ടിക്കപ്പെടുക എന്നത് മാത്രമല്ല വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്ന, പിന്നെയോ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോഷിപ്പിക്കപ്പെടുന്ന അറിവിന്റെ പ്രസരണവും പ്രധാനമാണ്. അതായത് അത് വേണ്ടിടത്തെല്ലാം വ്യാപിക്കണം. ഒരു അറിവ് എവിടെയെങ്കിലും ഒരിടത്ത് പറ്റിക്കൂടി നിന്നാൽ പോരാ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളം കെട്ടി നിന്നാൽ പോരാ, അത് എല്ലായിടത്തേക്കും വ്യാപിക്കണം, എല്ലാവർക്കും കിട്ടണം. ഇങ്ങനെ വിജ്ഞാനം പ്രസരിപ്പിക്കുന്നതിലൂടെ ജനജീവിതത്തെ മെച്ചപ്പെടുത്താനും കഴിയേണ്ടതുണ്ട്. ഇത് കൂടുതൽ അവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചമുള്ളതാക്കണം, അവരെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുകയല്ല,
മറിച്ച് ആ ജീവിതം കുറെ കൂടി എളുപ്പമുള്ളതാക്കി തീർക്കണം, മെച്ചപ്പെടുത്തുകയും വേണം. പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനതറിവുകളും സമന്വയിപ്പിക്കാനും ഒന്നിച്ചു ചേർക്കാനും അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒന്നിനെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുക. അപ്പം പുതുതായിട്ട് നിരന്തരം അറിവുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആ അറിവ് മാത്രം പോരാ. അപ്പം നമ്മുടെ പഴയ അറിവുകളൊക്കെ നമ്മൾ ദൂരെ കളയുകയല്ല ചെയ്യുന്നത്. പിന്നെയോ നമ്മുടേതായ അറിവുകളെ ഈ പുതിയ അറിവുകളുമായി സമന്വയിപ്പിക്കണം, കൂട്ടിച്ചേർക്കണം. എന്നിട്ട് അവയെ നിരന്തരമായി ഉപയോഗിക്കണം. ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സമൂഹത്തിനാണ് നമ്മൾ വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും മനുഷ്യരാശിയുടെ പുരോഗമനം, വളർച്ച ഇത് തന്നെയാണ് വൈജ്ഞാനിക സമൂഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമൂഹത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം തുടങ്ങിയ ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആധുനിക വിവര സമൂഹം മുൻകാലങ്ങളിലെ വൈജ്ഞാനിക സമൂഹ സങ്കല്പങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നായി മാറുന്നുവെന്ന് യുനെസ്കോ ചൂണ്ടിക്കാണിക്കുന്നു. യുനെസ്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെ ലോകത്തിന് സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ഇത് 1945 ആണ് രൂപീകൃതമായത്. ഇതിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസിലാണ്. അപ്പൊ ഇത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമൂഹത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം, ഇതൊക്കെ ഈ ആധുനിക വിവര സമൂഹം മുൻകാലങ്ങളിൽ, അതായത് ഈ 1970-കളിലാണ് ഈ വൈജ്ഞാനിക സമൂഹം എന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. വൈജ്ഞാനിക സമൂഹം എന്ന സങ്കല്പം മാറിയിരിക്കുന്നു. വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാനവ പുരോഗതിക്ക് വേണ്ടി വിജ്ഞാനം നിർമ്മിക്കാനും പ്രയോഗിക്കാനുമായി തിരിച്ചറിയൽ, ഉൽപ്പാദിപ്പിക്കൽ, ക്രമീകരിക്കൽ, പരിവർത്തിപ്പിക്കൽ, പ്രസരിപ്പിക്കൽ എന്നീ ശേഷികളുള്ള സമൂഹങ്ങളാണ് വൈജ്ഞാനിക സമൂഹങ്ങൾ. പുതിയതായി ഉണ്ടാകുന്ന വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ പുരോഗതിക്ക് വേണ്ടി വിജ്ഞാനങ്ങൾ നിർമ്മിക്കണം, അത് പ്രയോഗിക്കാൻ അറിയണം. അതുപോലെ ഉൽപ്പാദിപ്പിക്കൽ, ക്രമീകരിക്കൽ, പരിവർത്തിപ്പിക്കൽ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കൽ, പ്രസരിപ്പിക്കൽ, അതെല്ലായിടത്തും വ്യാപിപ്പിക്കൽ എന്നിങ്ങനെയുള്ള ശേഷികളുള്ള സമൂഹമാണ് ഇന്ന് വൈജ്ഞാനിക സമൂഹം എന്ന് അറിയപ്പെടുന്നത്. ബഹുത്വം, അതായത് ഒന്നിലധികം കൂട്ടിച്ചേർക്കൽ, ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുക, ഐക്യപ്പെടൽ, ഒന്നൊന്നുമായി യോജിച്ചു പോവുക, പങ്കാളിത്തം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ സാമൂഹിക വീക്ഷണം ഇവയ്ക്ക് ആവശ്യമാണ്. അപ്പൊ ഈ വലിയൊരു സാമൂഹിക വീക്ഷണം തന്നെ ഇങ്ങനെ ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് ആവശ്യമാണ്. വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് എന്ന യുനെസ്കോ രേഖ അടിവരയിടുന്നു. ഭാഷകളുടെ പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്തേ വൈജ്ഞാനിക സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്നും യുനെസ്കോ രേഖ അഭിപ്രായപ്പെടുന്നു. ലോകത്ത് നിലനിൽക്കുന്ന ബഹുഭാഷിത്വവും, അതായത് ഒരേ ഭാഷയല്ലല്ലോ ലോകത്തുള്ള ആളുകൾ സംസാരിക്കുന്നത്, നിരവധി ഭാഷകളാണ് അല്ലെ. ഓരോരോ പ്രദേശങ്ങളിലും ഓരോരോ ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ബഹു സംസ്കാരം, ഒന്നിലധികം ഓരോ രാജ്യത്തിനും അവരുടേതായ ഓരോ സംസ്കാരമുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായും ഈ ഭാഷയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംസ്കാരങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. തനതറിവുകളുടെ സംരക്ഷണത്തിലും പ്രാദേശിക ഭാഷകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഭാഷകളിലും അവരുടേതായ ചില അറിവുകളുണ്ട്, തനത് അറിവുകൾ അല്ലെ. ഓരോ ഭാഷ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആയുർവേദം കേരളത്തിന്റെ തനതായ ഒരു ചികിത്സാ രീതിയാണ് അല്ലെ. അതുപോലെ സിദ്ധ, മർമ്മം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ചികിത്സാ രീതികളൊക്കെ തന്നെ തനതായിട്ടുള്ള രീതികളാണ്. അപ്പൊ ഇതൊക്കെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ തീർച്ചയായും പ്രാദേശിക ഭാഷകളുടെ പങ്ക് അതില് വളരെ അധികമുണ്ട്. കേരളം വൈജ്ഞാനിക സമൂഹമായി മാറണമെങ്കിൽ വലിയ തോതിൽ വിജ്ഞാനം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. വിഷയത്തിൽ അവഗാഹം ഉണ്ടാകുമ്പോഴേ വിജ്ഞാനോൽപാദനം നടക്കുകയുള്ളൂ. അവഗാഹം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള അറിവ്. വിഷയത്തിൽ ആഴത്തിലുള്ള അറിവുണ്ടാകുമ്പോഴാണ് വിജ്ഞാനത്തിന്റെ ഉൽപാദനം, അറിവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ഉന്നത ബിരുദങ്ങൾ നേടി എന്നതുകൊണ്ട് ഒരാൾക്ക് ആ വിഷയത്തിൽ അവഗാഹം ഉണ്ടായി എന്നതിൽ അർത്ഥമില്ല. അതായത് ഒരാള് ഒരു ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ ഒരു PG എടുത്തു എന്നത് വെച്ച് അതില് അങ്ങേയറ്റത്തെ അവഗാഹം, അങ്ങേയറ്റത്തെ ആഴത്തിലുള്ള അറിവ് ആ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. അപ്പം ആ അവഗാഹം നേടുന്നതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഭാഷയിൽ, അതായത് മാതൃഭാഷയിൽ തന്നെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. അപ്പൊ അറിവിനെ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു മാത്രം
ഒരു ജോലിയല്ല, അതൊരു സാമൂഹികമായ ഒരു കടമയാണ്, ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹിക ഇടപെടലുകളിലൂടെയാണ്. നമുക്ക് ക്ലാസ്സിൽ നിന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ വിജ്ഞാനം ഉറയ്ക്കുന്നത്. സമൂഹത്തിന്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക. മാതൃഭാഷ അധിഷ്ഠിത പഠനത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. മാതൃഭാഷയിൽ അധിഷ്ഠിതമായ ഒരു പഠനം, മാതൃഭാഷയിലൂടെയുള്ള ശാസ്ത്ര പഠനമാണെങ്കിലും മറ്റേത് ഒരു പഠനമാണെങ്കിലും അത് മാതൃഭാഷയിലൂടെ ആവുമ്പോഴാണ് കൂടുതൽ ശക്തിയുള്ളതാവുക, കൂടുതൽ ഫലപ്രദമാവുക എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. ഒപ്പം ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ കഴിയും വിധം മലയാള ഭാഷയെ പരിവർത്തിപ്പിക്കുകയും വേണം. അപ്പം രണ്ടും ഒരുപോലെ നടക്കണം. ഭാഷയിലൂടെ നമുക്ക് അറിവ് ലഭിക്കണം, അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെ പഠനം സാധ്യമാവണം, അറിവിന്റെ മേഖലകൾ വികസിക്കണം. ഒപ്പം തന്നെ ഈ അറിവുകളെ സ്വീകരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനെ വിനിമയം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മാതൃഭാഷയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയും വേണം. അപ്പൊ ഇത് രണ്ടും പരസ്പര പൂരിതമാണ്. അറിവ് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ അറിവുണ്ടാവണം, ഒപ്പം ആ അറിവിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടാവുകയും വേണം. അങ്ങനെ ഒരു രീതിയിലൂടെ മാത്രമേ നമുക്കൊരു വൈജ്ഞാനിക സമൂഹത്തെ ഫലപ്രദമായി വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മുടെ ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ലേഖകനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. CM മുരളീധരൻ, അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. തപാൽ വകുപ്പിൽ അദ്ദേഹം പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും അദ്ദേഹം ഡോക്ടറൽ ബിരുദം നേടിയിട്ടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി, പ്രസിദ്ധീകരണ വിഭാഗം കൺവീനർ, യുറേക്ക എഡിറ്റർ തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഭാഷാസൂത്രണം, പൊരുളും വഴികളും, മലയാള ഭാഷയുടെ വൈജ്ഞാനിക പദവി, വിജ്ഞാനവും വിജ്ഞാന ഭാഷയും, പന്തുകളി എന്ന് പറയുന്ന ബാലസാഹിത്യം, ദക്ഷിണാഫ്രിക്ക, കാഴ്ചപ്പുറവും കാണാപ്പുറവും എന്നുള്ള കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിന് 2022 വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.